ഹലോ ഗായ്സ്, എല്ലാവർക്കും നൈനു ബ്ലോഗ്സിലോട്ട് സ്വാഗതം. നമുക്കറിയാം മൺഡേ കൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ വീഡിയോസ് ഇടാറില്ല. അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്കും മുമ്പ് അങ്ങനെ ചെയ്യാമെന്ന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗായ്സ്. മറ്റേ ഈ വെരിഫൈൻ്റെ ഇത് വന്നുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാതെ. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ രാധയും ഞാൻ കൃഷ്ണനുണ്ട്. മുമ്പ് അപ്പം അതാവേണ്ട മുമ്പ് ഞങ്ങൾ വിചാരിച്ചെത്താ ഗായ്സ്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലാന്ന്. അച്ഛൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഇപ്പോൾ കുറേ 10 വർഷം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉണ്ടാവണേക്കാട്ടി മുന്നേ ഇങ്ങനെ നേർന്നുണ്ടായിരുന്നു കുട്ടികളുടെ. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എന്നിട്ട് ഞങ്ങൾക്കൊരു 5 വയസ്സിൽ 3 വയസ്സിൽ ആക്കാന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ 7 വയസ്സൊക്കെ ആയപ്പോൾ ഒരു ദിവസം രാത്രി ആ ഏട്ടൻ മറന്നുപോയി. ആ ഏട്ടൻ മറന്നു. എന്നിട്ട് ആ രാത്രി ആ ഏട്ടൻ കിടന്നുറങ്ങുമ്പോൾ ആ ഏട്ടൻ്റെ സ്വപ്നം ശരിക്കും നടന്ന ഏട്ടൻ അപ്പോൾ ആ ഏട്ടൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് നീ ആ മക്കളേനെ കെട്ടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നീ കെട്ടിപ്പിച്ചില്ലല്ലോ. അപ്പോൾ ആ ഏട്ടന് പേടി ഇനി എന്തെങ്കിലും എന്നെ ചെയ്യും മീൻസ് അങ്ങനെയല്ല, എന്നെ വല്ല ദോഷത്തിലേക്കും വലിയൊരാളെന്ന് പറയുന്നത് വിഷ്ണു കൃഷ്ണൻ എന്നിട്ട് എന്താ നീ പിന്നെ ആ മക്കളേനെ സ്വപ്നത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ കൃഷ്ണൻ്റെ കാണുക വെച്ചാൽ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അത് കറക്റ്റ് രൂപത്തിൽ വന്ന് കണ്ടെത്തേ. അപ്പൊ അങ്ങനെ എന്നിട്ട് ഗായ്സ് എന്നിട്ട് ആ കാര്യം എന്നെ ഞാനിന്ന് കാണിക്കില്ല. ഇനി മുതൽ ഞാൻ എന്നാ വീഡിയോയിൽ വരില്ല. ഞാൻ സംസാരിക്കും, പക്ഷെ എൻ്റെ മുഖം ഞാൻ കാണിക്കും. ഗായ്സ് കൃഷ്ണ ജയന്തിക്ക് ഇവള് കൃഷ്ണനും ഞാൻ ആദ്യമായിരുന്നു. എന്നിട്ട് അങ്ങനെ ആക്കാന്ന് വെച്ചിട്ട് പറയുമ്പോഴത്തേനും കൃഷ്ണ ജയന്തി കഴിഞ്ഞു പോയി. എന്നിട്ട് അടുത്ത കൊല്ലം ആക്കാന്ന് ചോദിച്ചിട്ട് മോഹിച്ച് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ അങ്ങനെ അപ്പോൾ പെലയി ഞങ്ങൾക്ക്. അപ്പം അങ്ങനെ അതും പറ്റി ഞങ്ങൾ ഭയങ്കര വിഷമിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കരഞ്ഞിട്ട് അച്ഛൻ ഇട്ട് ഫോറോമാളിക്ക് അപ്പം അച്ഛൻ പറഞ്ഞു അങ്ങനെ ആവാളെ വിധി ഇങ്ങനെ ഇല്ലാന്നുള്ളത്. ഞങ്ങൾ അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ ഭയങ്കര കുതിച്ചു. ഞങ്ങൾക്ക് അറിയില്ല ആവുമല്ലേന്ന്, കാര്യം ഇനി വീണ്ടും വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഇതുവരെ പ്രശ്നമില്ല. പ്രാർത്ഥിച്ചിരിക്കുകയാണ് നാളാവണമെന്ന് വിചാരിച്ചിട്ട്. കുറേ ആഭരണങ്ങളുണ്ട്. 2 ആഭരണങ്ങളൊക്കെ ഇടുന്നുള്ളൂ രാധയിലും. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ദിവ്യാൻ്റെ. ആ ദിവ്യാൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ അവരുടെ മോനും കൂടിയും കൃഷ്ണനാവുന്നുണ്ട്. മൈലാഞ്ചി ഇട്ടങ്ങോട്ടെ അപ്പോൾ ഗായ്സ് ഞങ്ങൾ 15 മിനിറ്റിൻ്റെ കൂടുതൽ ഞങ്ങൾ ആക്കണില്ല. ഈ വീഡിയോ കണ്ട് വീണ്ടും ഞങ്ങൾ വേറെ വീഡിയോ ഇട്ട് അതിന് ആരും വിഷമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെരിഫൈ ഞങ്ങളില്ലേ ഇടൂട്ടാ. ഞങ്ങളിങ്ങനെ എൻ്റെ മുഖപ്പം ഞാൻ തൽക്കാലം കഴിക്കാം. ഞങ്ങൾ 3 പേരും കൂടി അതിൻ്റെ മറ്റൊരു മരമില്ലേ, ആൽത്തറ, അതിൻ്റെ മരം കൃഷ്ണൻ്റെ അവിടെ മറ്റേ വെണ്ണ മേടിക്കുന്ന സ്ഥലത്ത് അതിന് നേരുന്ന അച്ഛൻ വീഡിയോ എടുത്തരാ പറഞ്ഞു. മറ്റേ നമ്മൾ സ്ലോ മോഷനിൽ ഞാനും മുകിൽ നീ കൂടിയിട്ട് പറയട്ടെ ഗായ്സ്, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ടല്ലോ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ പാർട്ടായിട്ട് ഇടാം. മൈലാഞ്ചിൻ്റെ കാര്യം, മേക്കപ്പ് ചെയ്തുന്ന കാര്യം, ഇടിച്ച കാര്യം, അങ്ങനെയൊക്കെ വെരിഫിക്കേഷൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അത് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അച്ഛൻ അച്ഛനും അക്കൗണ്ട് നമ്പറൊക്കെ അടിച്ചിട്ട് അച്ഛനും ഇതിൽ ബന്ധമുണ്ട് കേട്ടോ. ആരും ഇതാക്കണ്ട. അച്ഛനും ഇതിൽ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാറുണ്ട്. ലെഡി വീഡിയോ ഒക്കെ എടുത്തരും അതിന്. പക്ഷെ അച്ഛൻ്റെ അക്കൗണ്ട് എത്ര കിട്ടില്ല പണ്ടാത്തില്ല. ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണ് കണ്ട് ഇതിൻ്റെ ഇപ്പം അച്ഛനൊക്കെ ഇടയ്ക്ക് നിൽക്കാൻ ഞങ്ങൾ അച്ഛനൊക്കെ ഇടയ്ക്ക് പിന്നിൽ പോകണമൊക്കെ കാണാറുണ്ട്. പക്ഷെ അച്ഛൻ ഞങ്ങളൊപ്പം നിൽക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടാം. ഗുരുവായൂരൊന്നും എടുക്കാൻ പറ്റില്ല ഗായ്സ്, അവിടെ വലിയ അപ്പൊ ഗായ്സ് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇതെങ്ങനെ ഞാൻ ഇട്ടത് നിങ്ങൾക്ക് കാട്ടിത്തരട്ടെ. അപ്പോൾ ഗായ്സ് അപ്പോൾ എൻ്റെ കൈ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഞാൻ ഇട്ടതെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് ഞാൻ ഇടുമ്പോൾ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളതാട്ടോ ഞാൻ ഇടുന്നത്. ഒന്നുമില്ലാതെ ഇതിൽ പ്ലെയിനും ഉണ്ട്,
ഇങ്ങനെ ഡിസൈൻ ആയിട്ടുള്ള 2 വളേഴ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാനിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് ഒരു കയ്യിലിട്ടാണ്, അതുപോലെ തന്നെ വേറെ പ്ലെയിൻ ആയിട്ടുള്ളത് ഈ കയ്യിലുണ്ട്. ഇത് ഞങ്ങളുടെ സിന്ധു മാമിൻ്റെ ഇങ്ങനെ ആൻറ്റിക് തിളക്കം തൊട്ട് നല്ല കുറേ കാര്യങ്ങളുണ്ട്. എല്ലാരും പോകുക മേടിക്കുക വരിക. ജിമിക്ക് 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 ആദ്യമായിട്ട് ജിമിക്ക് അല്ല കൈസാണ് ഇട്ടിട്ടുണ്ട്. കൈസായി പ്ലെയിൻ ഇട്ടു. കുട്ടി തച്ചുകൊള്ളും ഞാൻ ആ പ്ലെയിൻ ഇട്ടു. എനിക്ക് എപ്പോഴും തച്ചുകൊല്ലില്ല ഞാൻ വെക്കേ തച്ചുകൊല്ലില്ല, ഇതിട്ട് വളട്ടു. എന്നിട്ട് ഞാൻ തിളക്കമുള്ളൊരു വള ഐശ്വര്യമായിട്ട് കൊടുക്കും. ഇതൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചു. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഇങ്ങനെ നെക്ക് ഇതിന് എങ്ങോട്ടോ മറ്റേ അളിയൻസിൽ ഇങ്ങനെ പറയാൻ അനിയത്തിയല്ല ഞാൻ ചേച്ചി കേട്ടോ. പുള്ളെല്ലാവർക്കും പറയാം ട്വിൻസ് ആണ് ഗൈസ്. ഒരു മിനിറ്റിന്റെ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം ഇതിട്ടും. അപ്പം അങ്ങനെ ഫസ്റ്റ് പ്ലെയിനും ഫസ്റ്റ് പോയിട്ടും ചോദിക്കും ട്വിൻസിന്റെ മുഖം ഒരേപോലെ. ഞങ്ങൾ വ്യത്യാസം ഗൈസ് എന്നിട്ട് ഞാൻ പ്ലെയിൻ ഇട്ട് കൊടുത്തു കേട്ടോ. 2 കൈ ഞാൻ പ്ലെയിൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ വീണ്ടും തലക്കൊണ്ടു. ഇതൊരു പാറ്റേണാ, പ്ലെയിൻ പാറ്റേൺ. പ്ലെയിൻ അല്ല പ്ലെയിൻ ഡിസൈൻ, പ്ലെയിൻ ഡിസൈൻ അല്ല പ്ലെയിൻ ഡിസൈൻ, പ്ലെയിൻ ഡിസൈൻ അല്ല പ്ലെയിൻ ഡിസൈൻ. എന്നിട്ട് ഞാൻ പ്ലെയിൻ ഇട്ടിട്ട് വീണ്ടും ഇട്ടെടുത്ത് കണ്ടോ. ഫസ്റ്റ് പ്ലെയിന് പിന്നെ ഡിസൈന് പിന്നെ പ്ലെയിന് പിന്നെ ഡിസൈൻ. എന്താണ് ചെയ്യുന്നത്? ഞാനിങ്ങനെ 4 വള 2 കയ്യിൽ ഇട്ട് കൊടുത്തു. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഞാൻ ടച്ച് കൊന്നാലോ ഞാൻ ഇതിനെ ലാസ്റ്റ്. പിന്നെ ഇങ്ങനെ വീണ്ടും പ്ലെയിൻ ഇട്ട് കൊടുത്തു കേട്ടോ. അയ്യോ മറ്റേ പ്ലെയിൻ അവിടെ എനിക്ക് വയ്യട്ടാ. എന്റെ വാള എവിടെയാണ് കൊണ്ട് കളഞ്ഞേ? തുള്ളി പോയിട്ട് എന്റെ മാത്രല്ല അപ്പൊ ഉടുക്കുക. 2 പേറ്റേൺ ഇല്ല. ഞാൻ പോടും. പട്ടിക്കിടും. ഓരോന്ന് വിചാരോ വാള പൊട്ടിക്കല്ലേ നീ മൂദേവി. അയ്യോ വീഡിയോ ഓണാണ്. നേരത്തെ ഓണാക്കി ഓർമ്മ ഉണ്ടാ? അങ്ങനെ പ്ലെയിനിട്ട് ഞാൻ യൂട്യൂബ് ചെയ്യട്ടെ ഗായ്സ്. അപ്പൊ നമുക്ക് ഇടാം. ഒരു വളയുള്ളൂ. നമുക്ക് നമ്മുടെ വളടാട്ടോ. ഫസ്റ്റ് ഞാൻ ഇതിട്ടു എന്നിട്ട് ഞാൻ
വളം നീ എടുത്തില്ലേ? ഓളം എടുത്തില്ലേ? എടുത്തില്ലേ എൻ്റെ വളം? എടുത്തില്ലേ എൻ്റെ വളം? ചെവി ഞാൻ എങ്ങനെ കമ്മലിടൂ? ഇത് കമ്മിട്ടുണ്ടാവാൻ ഇതിന്റെ കാലിന് ക്രിസ്ത്യനാക്കോ ഈ മണ്ടത്തിനെ? കൊള്ളൂടെ കുഞ്ഞിരാമനാ കുഞ്ഞിരാമൻ അമ്മ എപ്പോഴും പറയപ്പെടും കുഞ്ഞിരാമൻ ഞാൻ വീഡിയോ എല്ലാരും അറിയില്ലേ നമ്മളെ തന്നെ. അയ്യോ വീഡിയോ ഓണാടി ഈ പണ്ടാറേ കാണിച്ചിരണം എടിന്റെ മറ്റേ ഓണം എടുക്കടി. ഞാൻ എടുത്തില്ല മലയാളത്തിൽ പറഞ്ഞു ഞാൻ ഇതിൽ അക്ഷരമില്ല നമ്മൾ ഫ്രണ്ട്സ് മതിയടി പിന്നെ ആറാ മതിയടി നമ്മൾ ഫ്രണ്ട്സല്ലേ? നമ്മൾ ഫ്രണ്ട്സല്ലേ? കെടുക്കാൻ വന്ന നിന്റെ മഹാഭാഗം. അയ്യോ നാളെ വളരെ എന്നിട്ട് ഈ വളമൊക്കെ എടുത്തങ്ങോട്ട് ഒരുമിച്ചിടുക.